പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ കേൾക്കുന്ന ചെറിയ ചിന്തകൾ നമ്മുടെ ഈ ചെറിയ മനസ്സിന് വലിയ വിശാലത കൊണ്ടുവന്ന് ആഴത്തിലതിനെ മനസ്സിലാക്കി സന്തോഷകരമായ ജയകരമായൊരു ക്രിസ്തു ജീവിതം നയിപ്പാൻ നമ്മെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, 1 Peter chapter 5 verse 10 ഇങ്ങനെ പറയുന്നു: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഉറപ്പില്ലാതെ നാം ആടുന്നവരായി തീരാറുണ്ടോ? നാം ചഞ്ചലപ്പെട്ടു പോകാറുണ്ടോ? ശക്തിഹീനരായി പോകാറുണ്ടോ? ബലമില്ലാത്തവരായി പോകാറുണ്ടോ? സ്ഥാനം തെറ്റിപ്പോകാറുണ്ടോ? എന്നാൽ വി സെർവ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത്. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. യേശു കർത്താവ് തൻ്റെ ചില ശിഷ്യന്മാരെ ആദ്യം വിളിച്ചപ്പോൾ അവരൊക്കെ അവരുടെ മീൻ വല വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് മീൻപിടുത്തത്തിൽ വ്യാപൃതരായിരുന്നവരായിരുന്നു. ചിലർ എന്നാൽ ഈ വലയ്ക്ക് വന്ന കീറലുകളൊക്കെ നന്നാക്കും. ദേ വിൽ മെൻഡ് ദെയർ നെറ്റ്സ്. തീരത്തിരുന്നുകൊണ്ട് എന്തിനാണെന്നറിയാമോ? ഇനിയും വീണ്ടും മീൻ പിടിക്കാനായിട്ട് അത് ഉപയോഗിപ്പാൻ. അപ്പോൾ അവരുടെ കാലിൻ്റെ അടിയിൽ നല്ല ഉണങ്ങിയ മണലായിരിക്കും ഉണ്ടായിരുന്നത്. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ ഒരു വാക്ക് കേട്ടാൽ നമുക്ക് എന്തോ തോന്നും? വി വുഡ് ഇമാജിൻ ഫോളോയിങ് ജീസസ് സൗണ്ടഡ് ഫൺ, എക്സൈറ്റിംഗ് ആൻഡ് ഫുൾ ഓഫ് അഡ്വഞ്ചർ. അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നും. ഒരു വലിയ വർക്കാണ് ഈ മനുഷ്യരെ പിടിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വർക്കാണല്ലോ. അവരേതായാലും ആ അപ്പോയിൻമെൻ്റ് ഓർഡർ മേടിക്കുന്നത്, സൈൻ ചെയ്ത് മേടിക്കുന്നത് ദൈവത്തിൻ്റെ വേലയായതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കുമോ? ഹല്ലേലൂയ. പലരും നമ്മളെപ്പോലെ ആദ്യം അങ്ങ് എക്സൈറ്റഡ് ആകുമായിരിക്കും. നമ്മൾ യേശു കർത്താവിൻ്റെ സ്നേഹം ആദ്യം അനുഭവിച്ചപ്പോൾ നാം എത്ര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ? അവൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു. അവൻ നമുക്ക് പുതിയ വ്യക്തിത്വം തന്നു. നമ്മെ അവൻ്റെ മക്കളായിട്ട് അല്ലേ, പെൺമക്കളായിട്ട് ആൺമക്കളായിട്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അവൻ്റെ ആ നന്മയും വിശ്വസ്തതയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ കൊണ്ട് ഇടയായിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യകാലത്ത് വിളിച്ച് വേർതിരിച്ച ആ ശിഷ്യന്മാരെ പോലെ നമ്മുടെ യാത്രയിൽ, ക്രിസ്തീയ ജീവിതയാത്രയിൽ ആദ്യം നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരിക്കും. ഹല്ലേലൂയ. നമ്മളെ ചില മിനിസ്ട്രിയിലേക്ക് ദൈവം വിളിച്ചിട്ടില്ലേ? ചില പുതിയ ജോബിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയവരെന്നെ കേൾക്കുന്നില്ലേ? ചില പുതിയ സീസൺസ് ഓഫ് ലൈഫ് അതിലേക്ക് കയറിയവർ എന്നെ ഇന്ന് രാവിലെ കാലം കേൾക്കുന്നില്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, നാം യേശു കർത്താവിൻ്റെ കൂടെ യേശു കർത്താവിനെ അനുഗമിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം ഇറ്റ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വഴി വലിയ വിശാലതയൊന്നുമല്ല, നേരെയുള്ള വഴിയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. നല്ല സ്മൂത്തുമായിരിക്കത്തില്ല. ചിലപ്പോൾ കാറ്റ് വന്നെന്നിരിക്കും, ചില ഇൻട്രപ്ഷൻസൊക്കെ വന്നെന്നിരിക്കും, വെള്ളം നമ്മളെ മുക്കാൻ വന്നു എന്നിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മിൽ കൂടി നമ്മെ വിളിച്ച യേശു കർത്താവ് പ്രവർത്തിക്കും. അവൻ നമ്മിലും പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നാം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം. നമ്മളെ തടാകത്തിൻ്റെ ഒരരികിൽ നിർത്തിയിട്ട് യേശു കർത്താവ് നമ്മളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഫേസ് ചെയ്യുന്ന കൊടുങ്കാറ്റുകളുണ്ടല്ലോ, അത് ദൈവവേലയ്ക്ക് ഒരിക്കലും ഒരു ഭീഷണിയായിട്ട് തീരത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്താൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഇറ്റ്സ് ജസ്റ്റ് ഓഫൺ എ ടൂൾ ഫോർ ഗോഡ്സ് വർക്ക് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ചില സഫറിങ്സൊക്കെ വരുമ്പോൾ നമുക്കതെല്ലാം അപ്പടി മാർഗതടസ്സമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ നാം ചോദിച്ചു പോകും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻറ്ററപ്ഷൻ, ഇറ്റ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ ടു ജീസസ്.
എന്ന് ഒന്ന് മനസ്സിലാക്കാമോ? യാതൊരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ പറ്റും, ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് സഫറിങ്സ് ഒന്നും ഇല്ല. അവൻ ദുഷ്ടതയെ വെറുക്കുന്ന ദൈവമാണ്. വേദനയും രോഗവും നഷ്ടങ്ങളും മരണങ്ങളും രോഗങ്ങളും എല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ആദാമും ഹവ്വായും ചെയ്ത ആ ഫസ്റ്റ് സിൻ മുഖേനയാണ്. ദൈവത്തിൻ്റെ ഒറിജിനൽ ക്രിയേഷനിൽ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെ അല്ലായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ എന്തെല്ലാം മെസ്സിനെസ്സും ബ്രോക്കൺനെസ്സും പാപം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഒരു ദിവസം യേശു കർത്താവ് നമ്മളെ എല്ലാം ഒരു പുതുക്കത്തിലേക്ക് നയിക്കും. നമ്മുടെ സഫറിങ്സ് ഈ ലോകത്തിൽ നാം ഫേസ് ചെയ്യുന്നതൊക്കെ ഒരു വീണ്ടെടുപ്പിന് ഇടയായി നമ്മുടെ ജീവിതത്തിൽ തീരും. വിശ്വസിക്കാൻ പറ്റുമോ? ആശ്രയിക്കുന്ന നമ്മൾ വിട്ടുകളയരുത്. ട്രസ്റ്റ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ട്രസ്റ്റ് ഈസ് ഓപ്പണിങ് അപ്പ്. എന്താ ഓപ്പൺ ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കണം. ദൈവം ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ചെയ്യുമെന്നോർത്ത് നമ്മുടെ ഹൃദയം അവന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്തേ. അവൻ്റെ ജ്ഞാനവും അവൻ്റെ കരുതലും അവൻ്റെ സ്നേഹവും അതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അല്പം റിലക്റ്റൻ്റ് ആണ് എന്ന് തോന്നിയാലും നമ്മുടെ ഹൃദയം അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം നാം തുറന്നു കൊടുത്താൽ, നമ്മുടെ ആ നല്ല അപ്പനുണ്ടല്ലോ, അവൻ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന ദ ബെസ്റ്റായിട്ടുള്ള സംഗതി അവൻ നമുക്ക് തരും. അതുകൊണ്ട് ട്രസ്റ്റ് ആൻഡ് ഒബേ, അതിനുള്ള സ്ട്രഗിൾ ഇറ്റ് ഈസ് റിയൽ. പക്ഷേങ്കിൽ ഒരു വളർച്ചയും ഒരു ട്രാൻസ്ഫോർമേഷനും നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദിനം തോറും പ്രാപിച്ചുകൊണ്ടിരിക്കണം. യേശു കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാൻ തക്കൊണ്ട് നാം പഠിച്ചെടുക്കണം. ഹല്ലേലൂയ. അവൻ്റെ കൃപയുടെ നിറവ് നമ്മുടെ ജീവിതത്തിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറഞ്ഞു വരണം. ഹല്ലേലൂയ. ഒരു നല്ല ലൈഫ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, യേശുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു നല്ല ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലേൺ ടു ട്രസ്റ്റ് ഹിം ഫുള്ളി. പറ്റുമോ? ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിലെ ചില ഹാർഡസ്റ്റ് പാർട്സ് എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? ചില പരീക്ഷകൾ നമ്മെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ പൂർണ്ണമായിട്ട് അപ്പം സറണ്ടർ ചെയ്ത് കൊടുക്കണം. ദൈവത്തിൻ്റെ പർപ്പസിന്, ദൈവത്തിൻ്റെ പ്ലാനിന്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. അനുസരണത്തെക്കുറിച്ച് ഒത്തിരി കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു എക്സ്റ്റേണൽ കൺഫോമിറ്റിക്ക് വേണ്ടിയല്ല ദൈവം മക്കളെ, എന്നാൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ഒരു ഇൻവേർഡ് അലൈൻമെൻറ്റിലേക്ക് വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ പൂർണ്ണമായി ആശ്രയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി വേണം. അതുപോലെ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ് ബട്ട് യു ഡു. എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നിനക്കറിയാമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ പവർലെസ്നെസ്, ശക്തിഹീനത, ബലഹീനത നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാ കൺട്രോളും എല്ലാ നിയന്ത്രണവും നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. പറ്റുമോ? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, കൊടുങ്കാറ്റ് വന്ന് അവരെ ചുറ്റിയപ്പോൾ, ചുഴലിക്കാറ്റ് അവരുടെ നേരെ വന്നപ്പോൾ അവർക്ക് തോന്നി എല്ലാ കൺട്രോളും പോയി, എല്ലാ നിയന്ത്രണവും പോയി, ഞങ്ങൾ ഹെൽപ്ലെസ് ആയല്ലോ എന്ന് അവർക്ക് തോന്നി. ഒരു റിസോഴ്സും അവർക്കില്ല, ശക്തിയില്ല, ആ സിറ്റുവേഷൻ ഒന്ന് ഫിക്സ് ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനം അവർക്കില്ല. അവർ കണ്ടുപിടിക്കുന്നത്, അവർ മനസ്സിലാക്കുന്നത് എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ബിലീഫ് ഞങ്ങൾ കർത്താവിൽ അർപ്പിച്ചിരിക്കുന്നു. ഒരാളെങ്കിലും അല്പമെങ്കിലും സംശയിച്ചോ എന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ നശിക്കാൻ പോവാമെന്ന് അല്പമെങ്കിലും വിചാരിച്ച് കാണും. അല്ലെങ്കിൽ അവനെ ഉണർത്തുമ്പോൾ ഒരിക്കലും പറയത്തില്ലല്ലോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ ഒരു ഗുരുവിനോട് ചോദിക്കത്തില്ലല്ലോ അവരങ്ങനെ, അല്ലേ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഗോഡ് ഈസ് അറ്റ് ദ സെൻറ്റർ. നമ്മൾ അവനെ ഫോളോ ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഭയം വന്നാലും കർത്താവ് പറയുന്നതനുസരിച്ച് നാം എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, അത് നമ്മൾ വെള്ളത്തിലാണെങ്കിലും വെള്ളത്തിന് പുറത്താണെങ്കിലും, നമുക്കറിയാവുന്ന ലോകത്തിലാണെങ്കിലും നമുക്കറിയാൻ മേലാത്ത ലോകത്തിലാണെങ്കിലും, നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് അവനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ
ഹല്ലേലൂയ. നാം നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നാം പരാജയപ്പെടും. എന്നാൽ ദൈവം നമ്മുടെ കൺട്രോൾ എടുത്താലുണ്ടല്ലോ, മനസ്സിലാക്കും ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഹീസ് റിയലി ഇൻട്രസ്റ്റഡ്. ആശിച്ച തുറമുഖത്ത്, ശുഭ തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയമായി തീരുകയും ചെയ്യും. ദൈവമക്കളെ, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ ചാരുവാൻ, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, കാറ്റും കോളും കാണുമ്പോൾ ഭയപ്പെടാതെ കൊണ്ട് ഞങ്ങളുടെ പൂർണ്ണാശ്രയം നിന്നിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്ര യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.